നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി അഖിലേന്ത്യാ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി പ്രഖ്യാപിച്ചിരിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. പണിമുടക്കിന് ഐക്യദാർഢ്യം അറിയിച്ച സംയുക്ത ട്രേഡ് യൂണിയനുകൾ ടൗണിൽ പ്രകടനം നടത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വജ്ര ജൂബിലി സമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് ഫെബ്രുവരി 14 കോഴിക്കോട് വിപുലമായ റാലി സംഘടിപ്പിക്കും. തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകർക്കായി MSME ക്ലിനിക് സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയ നിലപാട് നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് കേരള പുലിയർ മഹാസഭ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ, ഇടുക്കി വനിതാ സെൽ, ഇടുക്കി സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയുടെ ഉദ്ഘാടനം ഇടുക്കി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമാനുവൽ പോൾ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി അഖിലേന്ത്യാ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി പ്രഖ്യാപിച്ചിരിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ഇടുക്കി ജില്ലയിലെ വിവിധ തൊഴിലാളി സംഘടനകൾ സമരത്തിൽ പങ്കാളികളാകുമെന്ന് KM ബാബു അറിയിച്ചു. പണിമുടക്കിന് ഐക്യദാർഢ്യം അറിയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ടൗണിൽ പ്രകടനം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, പൊതുമേഖലാ സ്വകാര്യവൽക്കരണം പിൻവലിക്കുക, വൈദ്യുതി സ്വകാര്യവൽക്കരണം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഖിലേന്ത്യാ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി പ്രഖ്യാപിച്ചിട്ടുള്ള ഫെബ്രുവരി 12 നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ട്രേഡ് യൂണിയനുകളും പങ്കെടുക്കുമെന്ന് KM ബാബു അറിയിച്ചു. ഈ 2019-20 വർഷങ്ങളിലായിട്ടാണ് 29 തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് 4 ലേബർ കോഡുകൾ പാസ്സാക്കിയത്. എന്നാൽ ഇപ്പോൾ 2025 നവംബർ 11 അത് വിജ്ഞാപനമായിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കേരളത്തിലെ തൊഴിലാളികൾ, ഇന്ത്യയിലെ തൊഴിലാളികൾ ഒന്നടങ്കം ലേബർ കോഡിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് അത് പരിഗണിക്കാൻ തയ്യാറായില്ല എന്നത് മാത്രമല്ല, തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ വമ്പൻ കോർപ്പറേറ്റുകൾക്ക് തൊഴിലാളികളെ അടിമ സമാനമാക്കി മാറ്റി അവരെ ചൂഷണം ചെയ്യാനുള്ള അവസരമൊരുക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത്. താൽക്കാലിക ജീവനക്കാർ എന്നുള്ള നിലയ്ക്കും അപ്രൻറ്റീസുകൾ എന്നുള്ള നിലയ്ക്ക്, ട്രെയിനീസ് എന്നുള്ള നിലയ്ക്കെല്ലാം തൊഴിലാളികളെ നിശ്ചിത സമയത്തേക്ക് എടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് വലിയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ തൊഴിലാളികൾ സംഘടിക്കുന്നതും അതുപോലെ തന്നെ വിലപേശുന്നതും ക്രിമിനൽ കുറ്റമാക്കി മാറ്റിക്കൊണ്ട് നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ രാജ്യത്തെ സമ്പത്ത് തീരെഴുതുവാനും തൊഴിലാളികളെ കൊള്ള ചെയ്യാനുമുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും. പൊതുമേഖലയാണ് തുച്ഛമായ വിലയ്ക്ക് കോർപ്പറേറ്റുകൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് രൂപീകരിക്കപ്പെട്ട വ്യവസായങ്ങൾ ഈ സ്വകാര്യ മുതലാളിമാർക്ക് സമ്പത്തുണ്ടാക്കുവാനുള്ള വേദികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരെ ഇന്ന് പാപ്പരാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് പാസ്സാക്കിയ വിത്ത് ബില്ല് രാജ്യത്തെ കൃഷിക്കാരെ കുത്തുപാള എടുപ്പിക്കുന്നതിന് തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ എല്ലാ മേഖലകളും തകർത്തുകൊണ്ടാണ് മോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ഒന്നടങ്കം ഇതിനെതിരായി രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ 10% തൊഴിലാളികൾക്കാണ് തൊഴിൽ നിയമങ്ങളുടെ പരിരക്ഷയുള്ളത്. 90% തൊഴിലാളികളും പണിയെടുക്കുന്നത് പരമ്പരാഗത മേഖലയിലോ കാർഷിക മേഖലയിലോ അതുപോലെ അസംഘടിത മേഖലയിലോ ആണെന്ന് കാണാൻ കഴിയും. പുതിയ നിയമങ്ങൾ വന്നതോടുകൂടി രാജ്യത്തെ മുഴുവൻ തൊഴിൽ മേഖലകളും അരാജകാവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ചേർന്നുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 12-ാം തീയതി പണിമുടക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. BMS ഒഴികെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയനുകളും ഈ പണിമുടക്കിൽ അണിചേരുകയാണ്. ഇടുക്കി ജില്ലയിലെ മോട്ടോർ തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റ് സംഘടിത മേഖലയിലെ തൊഴിലാളികളുമെല്ലാം ഈ പണിമുടക്കിൽ പങ്കുചേരും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്
മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അടക്കം അട്ടിമറിക്കുന്ന നടപടികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഈ പണിമുടക്ക് ഇത് കാണേണ്ടതുണ്ട്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൊടുപുഴ നഗരത്തിൽ പ്രകടനം നടത്തി. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ 4 ഫെബ്രുവരി 12 സംഘടിപ്പിച്ചിരിക്കുന്ന ദേശീയ പണിമുടക്കം വിജയിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രകടനം ഇതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വജ്ര ജൂബിലി സമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് ഫെബ്രുവരി 14 കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ നിന്നും വിപുലമായ റാലി സംഘടിപ്പിക്കും. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് P ജയദേവൻ അധ്യക്ഷത വഹിക്കും. നിരവധി പ്രമുഖ വ്യക്തികളും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ചതും ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗിൽ അഫിലിയേറ്റ് ചെയ്ത് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നതുമായ കേരളത്തിലെ ഏറ്റവും വലിയ വിമുക്ത ഭട സംഘടനയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ്. 1965 രൂപം കൊണ്ട ഈ സംഘടന ഇപ്പോൾ 60ന്റെ നിറവിലാണ്. 60ാം വാർഷികം പ്രമാണിച്ച് ഫെബ്രുവരി 14 കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ നിന്നും വൈകിട്ട് 3:30 ആരംഭിക്കുന്ന 10,000 പങ്കെടുക്കുന്ന മഹാറാലി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. റാലി കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ എത്തിച്ചേർന്നതിന് ശേഷം പൊതുയോഗം നടത്തും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് P ജയദേവൻ അധ്യക്ഷത വഹിക്കും. സംഘടനയുടെ 60ാം വാർഷികം ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ് പ്രസിഡന്റ് ഇന്ദർ മോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. മുൻ സദേൺ ആർമി കമാൻഡർ സുരേഷ് നാഥ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ് സീനിയർ വൈസ് പ്രസിഡന്റ് അരശുവും പങ്കെടുക്കുന്നതാണ്. സമ്മേളനത്തിൽ വെച്ച് വിവിധ യുദ്ധങ്ങളിൽ സ്തുത്യർഹമായ സേവനം നടത്തി ഗാലൻട്രി അവാർഡ് നേടിയ ധീര സൈനികരെ ആദരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വിമുക്ത ഭടന്മാരുടെയും ആശ്രിതരുടെയും വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ അവകാശ പത്രിക അവതരിപ്പിച്ച് അംഗീകാരം നേടുകയും ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി SK അജയകുമാർ, ട്രഷറർ രാജശേഖരൻ നായർ, വൈസ് പ്രസിഡന്റ് ശശികുമാർ D, സെക്രട്ടറി രാധാകൃഷ്ണ പണിക്കർ, മുഖ്യ രക്ഷാധികാരി വർഗീസ് കാപ്പിൽ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് P ജയരാജൻ, ജില്ലാ സെക്രട്ടറി അജിത് കുമാർ ഇളയെടുത്ത്, മഹിളാ വിംഗ് പ്രസിഡന്റ് ലളിത M നായർ, ജനറൽ സെക്രട്ടറി തുളസി ശങ്കർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 14 3:30 മണിക്ക് മാനാഞ്ചിറ മൈതാനത്ത് നിന്ന് ആരംഭിക്കുന്ന റാലിയോടുകൂടി 4:30 മണിക്ക് കടപ്പുറം ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സമാപിക്കുന്നത് കേണൽ NNR വർമ്മ രാജാനഗറിൽ സമാപിക്കുന്നതും സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം കേണൽ ജയദേവൻ B റിട്ടയർഡ് നടത്തുന്നതും പൊതുസമ്മേളനം ശ്രീ MK രാഘവൻ ഉദ്ഘാടനം ചെയ്യുന്നതും സംഘടനയുടെ 60ാം വാർഷികം ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ് പ്രസിഡന്റ് ബ്രിഗേഡിയർ ഇന്ദർ മോഹൻ സിംഗ് റിട്ടയർഡ് ഉദ്ഘാടനം ചെയ്യുന്നതുമാണ്. മുൻ സദേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ സുരേന്ദ്രനാഥ് PVSM, AVSM, SM, PSM മുഖ്യാതിഥിയായും ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ് സീനിയർ വൈസ് പ്രസിഡന്റ് കേണൽ CT അരശുവും പങ്കെടുക്കുന്നതാണ്. സമ്മേളനത്തിൽ വെച്ച് വിവിധ യുദ്ധങ്ങളിൽ സ്തുത്യർഹമായ സേവനം നടത്തി ഗാലൻട്രി അവാർഡ് നേടിയ ധീര സൈനികരെ ആദരിക്കുന്നതും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വിമുക്ത ഭടന്മാരുടെയും ആശ്രിതരുടെയും വിവിധ ആവശ്യങ്ങളടങ്ങിയ അവകാശ പത്രിക അവതരിപ്പിച്ച് അംഗീകാരം നേടുന്നതുമാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി SK അജികുമാർ, ട്രഷറർ ശ്രീ രാജശേഖരൻ നായർ C, വൈസ് പ്രസിഡന്റ് കേണൽ ശശികുമാർ D, സെക്രട്ടറി ശ്രീ VN രാധാകൃഷ്ണ പണിക്കർ, മുഖ്യ രക്ഷാധികാരി ശ്രീ വർഗീസ് കാപ്പിൽ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് P ജയരാജൻ, ജില്ലാ സെക്രട്ടറി അജിത് കുമാർ ഇളയെടുത്ത്, മഹിളാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി ലളിത M നായർ, ജനറൽ സെക്രട്ടറി ശ്രീമതി തുളസി ശങ്കർ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഇടുക്കി ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് A ഉണ്ണികൃഷ്ണൻ നായർ, സെക്രട്ടറി PM ജോയ്, ട്രഷറർ N സുധാകരൻ, തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് തങ്കച്ചൻ ജോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകർക്കായി MSME ക്ലിനിക് സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപജില്ലാ വ്യവസായ ഓഫീസർ അശ്വിൻ PT അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ PR സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു.
തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകർക്കായി നടത്തിയ MSME ക്ലിനിക് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രവും താലൂക്ക് വ്യവസായ ഓഫീസുമായിട്ട് നിങ്ങളുടെ സംരംഭം എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നും അതുപോലെ തന്നെ എന്തൊക്കെ നിങ്ങൾക്ക് ഇനി മെച്ചപ്പെടുത്തി സംരംഭത്തിന് വേണ്ടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ച് നല്ലൊരു ക്ലാസ് തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ തൊടുപുഴ താലൂക്കിലെ സംരംഭകർക്ക് നല്ല സംരംഭം കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ എന്നും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതിയ സംരംഭകർക്കും നിലവിൽ സംരംഭം നടത്തുന്നവർക്കും വേണ്ടി സംഘടിപ്പിച്ച യോഗത്തിൽ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡിംഗ് ചെയ്യുന്നതിനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനും വേണ്ട നടപടികൾ വിശദീകരിച്ചു. GST, DPR പ്രിപ്പറേഷൻ, IPR, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ്, ബ്രാൻഡിംഗ് പ്രൊസീജിയേഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയുടെ എക്സ്പെർട്ട് പാനൽ സംരംഭകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഉപജില്ലാ വ്യവസായ ഓഫീസർ ശ്രീ അശ്വിൻ PT-യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ ശ്രീ സുരേഷ് PR മുഖ്യപ്രഭാഷണം നടത്തി. KSSIA ജില്ലാ പ്രസിഡന്റ് സുനിൽ വഴുതലക്കാട്ട് യോഗത്തിന് ആശംസകൾ അറിയിച്ചു. വ്യവസായ വികസന ഓഫീസർമാരായ ജ്യോതിലക്ഷ്മി TD, രാജേഷ് VS എന്നിവരും പഞ്ചായത്ത് BDSPമാർ, താലൂക്ക് വ്യവസായ ഓഫീസ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാഷ്ട്രീയ നിലപാട് നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് കേരള പുലിയർ മഹാസഭ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാട് പരിശോധിക്കും. സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നവർ സ്ഥാനാർത്ഥിയാകുമ്പോൾ ആശങ്കയുണ്ട്. സണ്ണിയുടെ സ്ഥാനാർത്ഥിത്വം അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഇപ്പോഴുള്ളത് അഭ്യൂഹങ്ങൾ മാത്രം. SNDP ശ്രമിച്ചത് കീഴടങ്ങിക്കൊണ്ടുള്ള ഐക്യത്തിനാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്മാറിയതോടെ NSSന് രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നണികളും പാർട്ടികളും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഗൗരവതരമായി വീക്ഷിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടികളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെക്കുന്ന നയസമീപനങ്ങളും പരിഗണിച്ചിട്ടായിരിക്കും ഒരു നിലപാട് ആ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. കവികാടിനെ പോലുള്ള ഒരു UDF സ്ഥാനാർത്ഥിയായി വരും എന്നുള്ള ഒരു ചർച്ച അത് പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുന്നുണ്ട്. മുന്നണികൾ ആ ഒരു തലത്തിലേക്ക് മാറിയിട്ടില്ലല്ലോ. സാമൂഹിക നീതിയുടെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മുന്നണികളെയും അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും അവരുടെ നിലപാടുകളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും ഞങ്ങളൊരു ഇലക്ഷനിൽ എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കും. നേരത്തെ തിരിച്ചറിയുകയും ചെയ്തു. അല്ല, അത് പൂർവ്വകാലത്തെ ചരിത്രം പരിശോധിച്ചാൽ അധികാര വിഭവ പങ്കാളിത്തത്തെ ചില വിഭാഗങ്ങൾ അതിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കാണുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ആ അധികാരം പങ്കുവയ്ക്കുന്ന പ്രക്രിയയിൽ ചില വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പ്രതിരോധം മാത്രമായിരുന്നു നായരീഴ് ഐക്യത്തിന്റെ ഇപ്പോഴത്തെ അജണ്ട. അത് പൂർവ്വകാലത്തെ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആ മഹത്തായ മുദ്രാവാക്യമായിട്ടുമായി ഒരു കുലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണ്. അതിൽ പിന്മാറുമ്പം കുമാരൻ നായർ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ്. വ്യക്തമായി പറഞ്ഞാൽ BJPയുടെ ആലയിലേക്ക് കൊണ്ട് കെട്ടാനുള്ള നീക്കമായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഇതിൽ പിൻവാങ്ങിയെന്നാണ് കുമാരൻ നായർ നിലപാട്. അല്ല, അതൊക്കെ പിന്മാറാനുള്ളൊരു കാരണമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴും സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കീഴടങ്ങി ഐക്യം ഉണ്ടാക്കുന്ന ഒരു നിലയിലേക്കാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നീങ്ങിയത്. അതൊരുപക്ഷെ സാധിക്കാതെ പോയത് സംവരണീയ വിഭാഗങ്ങളെ സംബന്ധിച്ച് ആശ്വാസമുള്ള ഒരു കാര്യമാണ്. NSS അതിലൂടെ ഉണ്ടാക്കിയ നേട്ടം എന്ന് പറയുന്നത് സമദൂരം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ കൂടുതൽ ഞങ്ങൾ ഇതോട് സ്ഫുടം ചെയ്തെടുക്കുന്നതാണ് എന്നുള്ളൊരു നിലയിൽ രാഷ്ട്രീയമായി വിജയം വരിക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും നായരീഴ് ഐക്യം ഒരു അസംബന്ധമാണ് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിലുള്ളത്. ദേശീയ ട്രേഡ് യൂണിയനുകൾ ഫെബ്രുവരി 12-ന് ആഹ്വാനം ചെയ്തിരിക്കുന്ന പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രകടനം നടത്തി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ ലേബർ കോഡുകൾ മാധ്യമ മേഖലയെയും സാരമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് സമരത്തിൽ പങ്കാളികളാകുന്നത്. NGO യൂണിയൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി ഐക്യദാർഢ്യ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാർലമെന്റ് പാസാക്കിയ ലേബർ കോഡ്, ആ ലേബർ കോഡ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ ഇതുവരെ നേടിയെടുത്ത മുഴുവൻ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് അടിമ സമാനമായ ജീവിതത്തിലേക്ക് തൊഴിലാളിയെ തള്ളി നീക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിനെതിരെയാണ് നാളെ ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ പണിമുടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.
10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും അതുപോലെ പൊതുമേഖല ജീവനക്കാരും കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും അതോടൊപ്പം തന്നെ ഒട്ടനവധി പ്രാദേശിക ട്രേഡ് യൂണിയനുകളും ഈ പണിമുടക്കിന് പങ്കാളികളാകുകയാണ്. ഇപ്പോൾ ലേബർ കോഡ് നവംബർ 21-നാണ് പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കാം 2020 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കോവിഡ് കാലമായിരുന്നു. മുഴുവൻ സ്ഥാപനങ്ങളും രാജ്യത്ത് തന്നെ ലോക്കൗട്ടായി നിശ്ചലമായി നിന്ന സന്ദർഭത്തിലാണ് പാർലമെന്റിൽ ഈ നിയമം കൊണ്ടുവരുന്നത്. അന്ന് ഈ നിയമത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം അന്ന് CITU അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ അന്ന് അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ പ്രതിഷേധത്തെ ഒന്നും തുല്യവില കൊടുക്കാതെ ആ നിയമം അന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അത് സംസ്ഥാനങ്ങൾ നിർബന്ധമായി നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഒട്ടനവധി സംസ്ഥാന ഗവൺമെന്റുകൾ ഈ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. എന്താണ് ആ നിയമത്തിന്റെ ഉള്ളടക്കം എന്ന് ചോദിച്ചാൽ, ദേശീയ മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇടുക്കി ജില്ലാ ടീമിന് ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യോഗത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർലി കുര്യൻ അധ്യക്ഷത വഹിച്ചു. N രവീന്ദ്രൻ, AP മുഹമ്മദ് ബഷീർ, യൂജിൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. അരുണാചൽ പ്രദേശിൽ വെച്ച് ഫെബ്രുവരി 12 മുതൽ 15 വരെ നടക്കുന്ന ദേശീയ മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇടുക്കി ജില്ലാ ടീമിന് ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വയനാട് വെച്ച് നടന്ന സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 14 വയസ്സിൽ താഴെ വിഭാഗത്തിൽ ഗോൾഡ് നേടിയ ഗോകുൽ സോമൻ, 18 വയസ്സിൽ താഴെ വിഭാഗത്തിൽ ഗോൾഡ് നേടിയ അർജുൻ VK, 4ാം സ്ഥാനം നേടിയ നിഖിൽ പ്രദീപ്, 14 വയസ്സിൽ താഴെ വിഭാഗത്തിൽ ബ്രോൺസ് നേടിയ ആസിഫ് അസീസ്, 23 വയസ്സിൽ താഴെ വിഭാഗത്തിൽ ബ്രോൺസ് നേടിയ അഖിൽ ഗിരീഷ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. യോഗത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർലി കുര്യൻ അധ്യക്ഷത വഹിച്ചു. N രവീന്ദ്രൻ, AP മുഹമ്മദ് ബഷീർ, യൂജിൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. എങ്ങനെയെങ്കിലും ഒരു മെഡലെങ്കിലും ഓരോരുത്തരും മേടിച്ചിരിക്കണം. 3rd, 4th, 5th ഏതെങ്കിലും ഒരു മെഡലിലേക്ക് വരണം. എന്നാലും നമുക്ക് അടുത്ത തവണ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റോ ഇതിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ നിങ്ങൾ ഇടുക്കി ജില്ലയുടെ അഭിമാനമാണ്, സ്റ്റേറ്റിന്റെ അഭിമാനമാണ്. ഇനി ദേശീയ ലെവലിലേക്ക് ഉയർന്നു വരണം. എനിക്ക് എല്ലാവർക്കും വിജയാശംസകൾ. നന്നായിട്ട് പോകണം, നന്നായിട്ട് നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അച്ചടക്കം ഉള്ളവരായിരിക്കും. നിങ്ങൾ രക്ഷകർത്താക്കളോടൊപ്പം നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ എങ്കിലും പോകരുത്. വളരെ ദൂരേക്കാണ് പോകുന്നത്, അറിയാമല്ലോ, ഏറ്റവും ദൂരെയുള്ള അരുണാചൽ പ്രദേശാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് യാത്ര സുഖമാണ്. നിങ്ങളുടെ രക്ഷകർത്താക്കളോട് അതുകൊണ്ട് ഒഫീഷ്യൽസ്, നമ്മുടെ ഒഫീഷ്യൽസ് അവിടെ ഉണ്ടാകും. അവർ പറയുന്നത് കേട്ട് അതനുസരിച്ച് നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കണം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ, ഇടുക്കി വനിതാ സെൽ, ഇടുക്കി സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പൂമാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ശില്പശാലയുടെ ഉദ്ഘാടനം ഇടുക്കി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമ്മാനുവൽ പോൾ നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ദീപ ജോസ്, മറ്റ് അധ്യാപകർ, PTA പ്രസിഡന്റ് PG സുധാകരൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ, ഇടുക്കി വനിതാ സെൽ, ഇടുക്കി സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികളും ഡിജിറ്റൽ ഡി അഡിക്ഷനും എന്ന വിഷയത്തിൽ പൂമാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഏകദിന ശില്പശാല നടത്തി. ഇടുക്കി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമ്മാനുവൽ പോൾ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും അമിത ഉപയോഗം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഇതിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ദീപ ജോസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് PG സുധാകരൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞാർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ശ്യാംകുമാർ KS ആശംസകൾ അർപ്പിച്ചു. DDAD സെന്റർ ഇടുക്കിയിലെ സൈക്കോളജിസ്റ്റ് ശ്രീമതി ശ്രീജില TK, പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീമതി സോജിൻ PK എന്നിവർ ഡിജിറ്റൽ ഡി അഡിക്ഷൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി വനിതാ സെല്ലിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീമതി പ്രിയ മധുസൂദനൻ വനിതാ സെൽ നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് നൽകി. ശ്രീമതി സലിത MG കൃതജ്ഞത രേഖപ്പെടുത്തി. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ ആശ്രിതത്വം കുറയ്ക്കുന്നതിനും ബോധവൽക്കരണം നൽകുന്നതിനുമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ഉപ്പുതോടിൽ ഫർണിച്ചർ വർക്ക്ഷോപ്പ് കത്തിനശിച്ചു. ഉപ്പുതോട് ഇട്ടുകുന്നേൽ ജോണിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് കത്തിനശിച്ചത്. 15 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. കുടുംബത്തിന്റെ ജീവിതമാർഗമായ വർക്ക്ഷോപ്പ് കത്തിനശിച്ചതോടെ വായ്പാ ബാധ്യതകൾ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ചിന്തയിലാണ് ജോണിയും കുടുംബവും. സർക്കാർ സഹായം ലഭിച്ചാൽ മാത്രമേ നിലനിൽക്കാനാവൂ എന്നാണ് ജോണി പറയുന്നത്.
ഉപ്പുതോട് പള്ളിക്കവലയ്ക്ക് സമീപം ഇട്ടുകുന്നൽ ജോണിയുടെ ഫർണിച്ചർ നിർമ്മാണശാലയാണ് അഗ്നിക്കിരയായത്. പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. തീ ആളിപ്പടർന്നും തടിയും ഉപകരണങ്ങളും പൊട്ടിത്തെറിക്കുന്നതിന്റെയും ശബ്ദവും കേട്ടാണ് ജോണിയും ഭാര്യയും ഉണർന്നത്. സമീപവാസികളും ഓടിക്കൂടി. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇടുക്കിയിൽ നിന്നും അഗ്നിശമന സേനാ വിഭാഗം എത്തിയെങ്കിലും തടിയും ഉപകരണങ്ങളും ഉൾപ്പെടെ വർക്ക്ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. 15 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് വർക്ക്ഷോപ്പ് ഉടമ ജോണി പറയുന്നത്. അന്നേരം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ വരാണ്ട് മണിക്കൂർ നേരം താമസം ഉണ്ടായിരുന്നു. നഷ്ടമായിട്ട് കുറഞ്ഞതൊരു 15 ലക്ഷം രൂപയ്ക്ക് അടുത്ത് സർവ്വ മെഷീനറി സാധനങ്ങളും പോയി. തടിയും പോയി. തടിയാൻ മൂവാറ്റുപുഴ പോയി മില്ലിൽ പോയി എടുത്തുകൊണ്ട് വന്ന തടികളായിരുന്നു. അത് തടികൾ മുഴുവൻ കത്തിപ്പോയി. മുഴുവൻ മെഷീനറി സാധനം പോയി. പിന്നെ വെൽഡിങ്ങിൻ്റെ ഉണ്ടായിരുന്നു, അലുമിനിയത്തിൻ്റെ ഉണ്ടായിരുന്നു, തടിയുടെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും മെഷീനറി പോയി. ഫയർഫോഴ്സുകാർ വന്നാണ് തീ കെടുത്തിയത്. പിന്നെ അയൽവക്കാരും എല്ലാവരും കൂടെ കൂടി വന്നു. ആദ്യമേ തന്നെ തീ കെടുത്താനായിട്ട് ശ്രമിച്ചായിരുന്നു. കുറച്ച് ഭാഗം കെടുത്തി. അന്നത്തേക്ക് ഫയർഫോഴ്സ് വന്നു. പണി പൂർത്തീകരിച്ച ഫർണിച്ചറുകളായിരുന്നു? പൂർത്തീകരിച്ചതും ഉണ്ടായിരുന്നു, പണിതുകൊണ്ടിരിക്കുന്നതും ഉണ്ടായിരുന്നു, ബാക്കി തടികളും ഉണ്ടായിരുന്നു. തടി സ്കൂളിൻ്റെ തടികൾ ലേലത്തിൽ പിടിച്ചതുണ്ടായിരുന്നു. അതുകൂടാതെ മൂവാറ്റുപുഴ പോയി എടുത്ത തടി ഉണ്ടായിരുന്നു. പിന്നെ പണിയാൻ കൊണ്ടെത്തുന്ന തടികളുണ്ടായിരുന്നു. എങ്ങനെ സംഭവിച്ചായിരിക്കുന്നോ വിചാരിക്കുന്നത്? എങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. വേറെ ഒരു കാരണം കാണുന്നില്ല. 9:30 വരെ, രാത്രി 9:30 വരെ ഞാനിത് പണിയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പണി നിർത്തിപ്പോയത്. 2 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കുള്ള ആധുനിക രീതിയിലുള്ള പ്ലെയിനർ, വിവിധ വലിപ്പത്തിലും മാതൃകയിലുമുള്ള ചെറിയ പ്ലെയിനറുകൾ, പലതരം ഡ്രില്ലുകൾ, കട്ടറുകൾ, ഗ്രൈൻഡിംഗ് മെഷീനുകൾ, റൂട്ടർ, വലുതും ചെറുതുമായ ജിപ്സോ മെഷീനുകളുമായി ബന്ധിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ, ഫർണിച്ചർ നിർമ്മാണ ആവശ്യത്തിനായി സൂക്ഷിച്ചിരുന്ന വിവിധ തരം തടികൾ, പണി പൂർത്തീകരിച്ചു വെച്ച ഫർണിച്ചറുകൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കത്തിനശിച്ചു. പ്രാഥമിക നിഗമനത്തിൽ 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടെന്ന് പറയുമ്പോഴും നഷ്ടക്കണക്ക് ഇനിയും ഉയരുമെന്നാണ് ജോണി പറയുന്നത്. ഏറെക്കാലമായി ഫർണിച്ചർ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് ചെയ്തിരുന്ന ജോണി പലയിടങ്ങളിൽ നിന്നും വൻതുക വായ്പയെടുത്താണ് വീടിനോട് ചേർന്ന് ആധുനിക സജ്ജീകരണങ്ങളോടെ ഫർണിച്ചർ വർക്ക്ഷോപ്പ് സ്ഥാപിച്ചത്. കുടുംബത്തിന്റെ ജീവിതമാർഗമായ വർക്ക്ഷോപ്പ് കത്തിനശിച്ചതോടെ വായ്പാ ബാധ്യതകൾ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ചിന്തയിലാണ് ജോണിയും കുടുംബവും. സർക്കാർ സഹായം ലഭിച്ചാൽ മാത്രമേ നിലനിൽക്കാനാവൂ എന്നാണ് ജോണിയും കുടുംബവും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാറപ്പുഴ സെന്റ് ജോസഫ് എൽ.പി. സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മാനേജർ സംഗമം നടത്തി. സ്കൂൾ ഹാളിൽ ചേർന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മാനേജർ സംഗമം പൂർവ്വ വിദ്യാർത്ഥിയും ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പലുമായ പ്രൊഫസർ M.J. ജോൺ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കേക്കുടി അധ്യക്ഷത വഹിച്ചു. 12-ന് സ്കൂൾ വാർഷികവും പ്ലാറ്റിനം ജൂബിലി ആഘോഷവും നടത്തും. പാറപ്പുഴ സെന്റ് ജോസഫ് എൽ.പി. സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മാനേജർ സംഗമം നടത്തി. സ്കൂൾ ഹാളിൽ ചേർന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മാനേജർ സംഗമം പൂർവ്വ വിദ്യാർത്ഥിയും ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പലുമായ പ്രൊഫസർ M.J. ജോൺ ഉദ്ഘാടനം ചെയ്തു. 2ാം ക്ലാസ് മുതലാണ് ഞാനിവിടെ പഠിക്കുക. ഇവിടെ വരുന്നത് 54-55 ബാച്ചിലാണ് ഇവിടെ 2ാം ക്ലാസ്സിൽ ചേരുക. അന്ന് സിസ്റ്റർ സാവിയോ ആയിരുന്നു ഹെഡ് മിസ്ട്രസ് എന്നാണ് എൻ്റെ ഓർമ്മ. എന്നെ പഠിപ്പിച്ച അധ്യാപകർ ക്രിസാന്തം സിസ്റ്റർ അമ്മയെ ഓർക്കുന്നു. പിന്നെ നമ്മുടെ തകരപ്പള്ളിയിലെ T.K. ജോസഫ് സാറ്. പിന്നെ അന്ന് വേറെ അധ്യാപകരുടെ പേരൊന്നും എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കേക്കുടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മൈലക്കൊമ്പ് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ ഓറോപ്ലാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിൻസി ടി ജോസ് സ്വാഗതം ആശംസിച്ചു. മുൻ മാനേജർ ഫാദർ ജോസ് അടപ്പൂർ, സിസ്റ്റർ തെരേസ് SABS, വാർഡ് മെമ്പർ ബിന്ദു സിജി, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ജോസ് M.J. എന്നിവർ ആശംസ നേർന്നു. അധ്യാപിക ആശാമോൾ സജു കൃതജ്ഞത രേഖപ്പെടുത്തി. ചടങ്ങിൽ വിവിധ മേഖലയിൽ നേട്ടം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. 12-ാം തീയതി നടക്കുന്ന സ്കൂൾ വാർഷികവും പ്ലാറ്റിനം ജൂബിലി ആഘോഷവും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്യും. കോതമംഗലം രൂപത DFC ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം മുഖ്യപ്രഭാഷണം നടത്തും. നിർധന കുടുംബത്തിലെ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. പുറപ്പുഴ കാഞ്ഞിരംപറമ്പിൽ രഞ്ജു ചന്ദ്രനാണ് സഹായം തേടുന്നത്. കാലിലെ മുറിവ് ഉണങ്ങാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയപ്പോഴാണ്
പ്രമേഹ രോഗമുണ്ടെന്നും കാൽപാദം മുറിച്ചു മാറ്റേണ്ടി വരുമെന്നും രഞ്ജു അറിയുന്നത്. ഇപ്പോൾ 2 ശസ്ത്രക്രിയകൾക്ക് വിധേയനായി. ഇതുവരെയുള്ള ചികിത്സകൾക്കായി ലക്ഷങ്ങളാണ് ചെലവായത്. രഞ്ജുവിന്റെ ഒരാളുടെ വരുമാനത്തിലാണ് പ്രായമായ അച്ഛനും അമ്മയും ഉൾപ്പെടെ കഴിഞ്ഞു പോരുന്നത്. അതിനാൽ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. സുമനസ്സുകളുടെ സഹായം തേടി രഞ്ജു. പുറപ്പുഴ പഞ്ചായത്തിലെ 2ാം വാർഡ് കാഞ്ഞിരംപറമ്പിൽ രഞ്ജു ചന്ദ്രനാണ് സഹായം തേടുന്നത്. അവിവാഹിതനായ രഞ്ജു ചെറിയ പെയിന്റിംഗ് ജോലികൾ ചെയ്താണ് ജീവിച്ചിരുന്നത്. ഇടയ്ക്ക് എപ്പോഴും ഉണ്ടായ കാലിലെ മുറിവ് ഉണങ്ങാതെ വരികയും ചെയ്തു. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് പ്രമേഹമുണ്ടെന്നും കാൽപാദം മുറിച്ചു മാറ്റേണ്ടി വരുമെന്നും. ആദ്യം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലും ഇപ്പോൾ അല്ലസർ മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സകൾ നടത്തുന്നത്. ഇപ്പോൾ 2 ശസ്ത്രക്രിയകൾ നടത്തി. ഇതുവരെയുള്ള ചികിത്സകൾക്കായി ലക്ഷങ്ങൾ ചെലവായി. തുടർ ചികിത്സയ്ക്കായി സഹായം അഭ്യർത്ഥിക്കുകയാണ് കുടുംബം. രഞ്ജുവിന്റെ ഒറ്റയൊരാളുടെ വരുമാനത്തിലായിരുന്നു അച്ഛൻ ചന്ദ്രനും അമ്മ അമ്മിണിയും കഴിഞ്ഞു വന്നിരുന്നത്. അമ്മയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം കാത്തിരിക്കുകയാണ് ഇവർ. രണ്ടാമത്തെ സർജറിയാണ്. ആ രണ്ടാമത്തെ സർജറി നടന്നു. പക്ഷേ ഇറങ്ങിപ്പാൻ ഒരു നിവൃത്തിയില്ല. പൈസ അടയ്ക്കുമെങ്കിൽ എന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ കാലിൽ ചെറുതായിട്ടൊരു മുറിവ് പറ്റിയതാണ്. അത് ഷുഗർ ഉണ്ടായിരുന്നു. അത് അറിഞ്ഞില്ല. അതൊന്നും അറിഞ്ഞില്ല. നമ്മളാരും അറിഞ്ഞുമില്ല. ഷുഗറും കൂടി 400 ആയി. കാശ് കാരിക്കോട്ട് പോയി ഒരു വിരൽ മുറിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ കാലിൻ്റെ അടിയും കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കോട്ടയം പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ കോട്ടയം പോയി കഴിഞ്ഞാൽ കാലിൻ്റെ പത്ത് മുറിച്ച് കളയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ കുറേ ആൾക്കാരൊക്കെ നമുക്ക് സഹായിച്ച് അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ആ കാലിൻ്റെ പത്ത് മുറിച്ച് കളയാതെ പിന്നെ എല്ലാം ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ കീറിയിരിക്കുകയായിരുന്നു. അതൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടാമത് ശരിക്കും കഴിയുന്നതിന് മുന്നേ വരണമെന്നാണ് പുള്ളി പറഞ്ഞത്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആഴ്ച 2 പ്രാവശ്യം വന്ന് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതും രക്ഷപ്പെടാതെ വന്നു. 2000 രൂപ വെച്ച് വേണം ഒരു ദിവസം. അത് ഓരോരുത്തരും കിടവൊക്കെ മേടിച്ച് ഒക്കെ അങ്ങനെയൊക്കെ പോയി. ഈ ബാക്കി രക്ഷയില്ലാതെ വന്നുകൊണ്ടാണ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്: കാനറ ബാങ്ക്, കൂത്താട്ടുകുളം ബ്രാഞ്ച്. നെയിം മഞ്ജു. അക്കൗണ്ട് നമ്പർ 110215815920. IFSC CNRB 000262. മിസ് ബ്യൂറോ, പുറപ്പുഴ. ഇടുക്കി പെരുവന്താനത്ത് ലോറി കാറിലിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചിറ്റടി സ്വദേശി ജലിത് മാത്യു ജോസഫ്, പൊടിമറ്റം സ്വദേശി ജെറിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വാഹനം റോഡിൽ വെച്ച് തിരിച്ച് കുട്ടിക്കാനം ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ മുണ്ടക്കയത്ത് നിന്ന് വരികയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. പെരുവന്താനത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചിറ്റടി സ്വദേശി ജലിത് മാത്യു ജോസഫ്, പൊടിമറ്റം സ്വദേശി ജെറിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചുഴുപ്പ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് കാറിന് തീപിടിച്ചു. നാട്ടുകാരും യാത്രക്കാരും ചേർന്നാണ് തീയണച്ചത്. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. കാറിലുണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത്. കുട്ടിക്കാനം മരീൻ കോളേജിലെ ജീവനക്കാരായ ഇവരെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഴൽക്കിണർ കുഴിക്കുന്ന ലോറിയാണ് അപകടം വരുത്തിയത്. വാഹനം റോഡിൽ വെച്ച് തിരിച്ച് കുട്ടിക്കാനം ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ മുണ്ടക്കയത്ത് നിന്ന് വരികയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വേനൽ കടുത്തിട്ടും കനാലിൽ വെള്ളമൊഴുക്കാത്ത MVIPയുടെ കുറ്റകരമായ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ആവോലി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉപവാസ സമരം സമാപിച്ചു. സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. കനാൽ ശുചീകരിച്ചാൽ വെള്ളമൊഴുക്കാമെന്ന് പറഞ്ഞതനുസരിച്ച് നാട്ടുകാരുമായി സഹകരിച്ച് പഞ്ചായത്ത് ഭരണസമിതി കനാൽ ശുചീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും വെള്ളം എത്തുന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലായിരുന്നു സമരം നടത്തിയത്. ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് ഒരു ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയ ആവോലിയിലെ ജനപ്രതിനിധികളെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ വേനൽ കടുത്ത് പാടങ്ങളിലും പറമ്പുകളിലും വെള്ളം വരണ്ട് വേനലിൻ്റെ കടുപ്പത്തിൽ കാർഷിക വിളകൾ അല്ലെങ്കിൽ കൃഷി ഉണങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടായിട്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് MVIPയുടെ ഓഫീസിലേക്കും നിയമസഭയിലടക്കം ഈ വിഷയം ഉന്നയിക്കുകയും സർക്കാരിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടും ഇന്നും
ഭാഗികമായി മാത്രമേ MVP കനാലിൽ വെള്ളം നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരാണ് എന്ന് നിരന്തരം കോടാനുകോടി രൂപ മുടക്കി PR വർക്കിലൂടെ പ്രചരണം നടത്തുന്ന ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. കൃഷിക്കാരന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കി കൃഷിഭൂമി ഉണങ്ങി വരണ്ടു പോകുമ്പോൾ നിസ്സഹായനായ കാഴ്ചക്കാരെ പോലെ നിൽക്കേണ്ടി വരുമ്പോൾ അവർക്ക് ഒരു ആശ്വാസവും നൽകാത്ത ഒരു സർക്കാർ. യഥാർത്ഥത്തിൽ ഈ സർക്കാരിൽ നിന്നും കോടികൾ ആവശ്യപ്പെട്ട് കൃഷിക്ക് വെള്ളം എത്തിക്കണമെന്നല്ല നമ്മൾ സർക്കാരിനോട് പറഞ്ഞു. ഒരുപക്ഷെ മുൻകാല സർക്കാരുകൾ ഈ നാടിനൊരു അനുഗ്രഹം പോലെ തീർത്ത കോടാനുകോടി രൂപയുടെ ഒരു വികസന പ്രക്രിയയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനായ ശ്രീ TN ജേക്കബിന് ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ നാടിന്റെ വിവിധ മേഖലകളിലൂടെ കനാലുകൾ നിർമ്മിച്ച് വെള്ളം എത്തിക്കാൻ കഴിയുന്ന സൗകര്യമുണ്ടാക്കി. ആ ഉണ്ടാക്കിയ കനാലുകൾ മെയിൻറ്റെയിൻ ചെയ്ത് ജനങ്ങൾക്ക് വെള്ളം നൽകാൻ പോലും പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത, കരുതലില്ലാത്ത, ഹൃദയമില്ലാത്ത ഒരു സർക്കാരും ഭരണാധികാരിക്കുമെതിരെയാണ് നമ്മൾ ഇന്ന് ഈ സമരം നടത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി അഖിലേന്ത്യാ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി പ്രഖ്യാപിച്ചിരിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. പണിമുടക്കിന് ഐക്യദാർഢ്യം അറിയിച്ച സംയുക്ത ട്രേഡ് യൂണിയനുകൾ ടൗണിൽ പ്രകടനം നടത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വജ്ര ജൂബിലി സമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് ഫെബ്രുവരി 14-ന് കോഴിക്കോട് വിപുലമായ റാലി സംഘടിപ്പിക്കും. തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകർക്കായി MSME ക്ലിനിക് സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയ നിലപാട് നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് കേരള പുലിയർ മഹാസഭ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ, ഇടുക്കി വനിതാ സെൽ, ഇടുക്കി സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയുടെ ഉദ്ഘാടനം ഇടുക്കി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമാനുവൽ പോൾ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.